ഹലോ നമസ്കാരം, മിക്സ് മേക്കപ്പ് സാർ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ് ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ടെസ്റ്റ് ഹോർമോണിനെ പറ്റിയാണ്. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം, ഞാൻ വെറുതെ അനിമൽ പ്ലാനറ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വന്നു, കുറച്ച് ഇൻഫർമേഷൻസ് മനസ്സിൽ വന്ന കാര്യങ്ങൾ കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഹത്തെയും കടുവയും പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഈ സിംഹത്തെയും കടുവയും വെച്ച് ഇവിടെ രണ്ടുപേരുടെയും ജീവിതശൈലി വെച്ചിട്ട് ഇവരിൽ നിന്ന് പഠിക്കാനുള്ള ഗുണപാഠങ്ങൾ എന്താണ്, ഇല്ലെങ്കിൽ ഇവരുടെ ജീവിതശൈലി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്, നമുക്ക് അതിന് സക്സസ് ആവാമെന്നുള്ള രീതിയിലുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാനിതൊക്കെ പറയുന്നെങ്കിലും മനസ്സിലായില്ലേ, അത്രയേ ഉള്ളൂ. ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും സക്സസ് ആവാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ സക്സസ് ആയിട്ടുള്ള ആളൊന്നുമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിലും ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. മനസ്സിലായി? ട്രൈ ചെയ്യാൻ റിസൾട്ട് ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പം എന്തോന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം ടെസ്റ്റ് ഹോർമോണിനെ പറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസത്തിനെ പറ്റിയാണ്. ഓക്കെ, നമുക്ക് എന്തോന്നായാലും സിംഹവും കടുവയും തമ്മിൽ ഏറ്റുമുട്ടിച്ചുള്ള ചരിത്രങ്ങളെ നോക്കാം. ഓക്കെ, ചരിത്രത്തിൽ സിംഹവും കടുവയും കൂടെ ഏറ്റുമുട്ടിയപ്പോൾ കൂടുതൽ വിജയിച്ചിട്ടുള്ളത് അത് കടുവ തന്നെയാണ്. സിംഹം വിജയിച്ചിട്ടില്ലെന്നല്ല, സിംഹവും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലും കടുവയാണ് സിംഹവും കടുവയും തമ്മിലുള്ള മത്സരത്തിൽ കടുവ ജയിച്ചിട്ടുള്ളത്. അതാണ് സംഭവം. മനസ്സിലായി? കാരണം എന്തുകൊണ്ടാണ് കടുവ ജയിക്കാനുള്ള കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഹോർമോൺ കൂടുതൽ കടുവയ്ക്കാണ്. സിംഹത്തെ അപേക്ഷിച്ച് കടുവയ്ക്കാണ് ടെസ്റ്റ് ഹോർമോൺ കൂടുതൽ. അതുകൊണ്ടാണ് എന്തോ ചെയ്യുന്നുണ്ട് കടുവ ജയിച്ചത് എല്ലാ മത്സരങ്ങളിലും. ലോകത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ എവിടെ കോമ്പറ്റീഷൻ നടത്തിയിട്ടുള്ളോ അവിടെ എല്ലാം കടുവ ജയിച്ചിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് സിംഹം ജയിച്ചിട്ടുണ്ട്. അപൂർവം വെച്ചാൽ അപൂർവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോകത്ത് തന്നെ ഒരു 1000 ആണിനും പെണ്ണും കൂടെ തമ്മിലടിച്ചെന്ന് വിചാരിക്കുക, ഒരു ഗുസ്തി അല്ലെങ്കിൽ ഒരു ഫൈറ്റ് നടത്തിയെന്ന് വിചാരിക്കുക. 1000 ആണിനെയും പെണ്ണിനെയും കൊണ്ട് ഫൈറ്റ് സീൻ തമ്മിലടിപ്പിച്ചെന്ന് വിചാരിക്കുക. അതിൽ 1-2 സ്ത്രീകൾ അല്ലെങ്കിൽ പോട്ടെ ഒരു 10 സ്ത്രീകൾ എന്തോ ചെയ്യും, കുറച്ച് കൂടുതൽ സ്ത്രീകൾ എന്തോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ആണുങ്ങളെ അടിച്ച് തറയിടും. മനസ്സിലായില്ലേ? വെച്ച് കഴിഞ്ഞാൽ 1000 ഉണ്ടെങ്കിൽ ഒരു 50 സ്ത്രീകൾ, 1000 നമ്പർ ഉണ്ടെങ്കിൽ 50 സ്ത്രീകൾ അങ്ങനെ ചെയ്യും എന്നും പറഞ്ഞ് ബാക്കി ഇത്രയും കിടക്കുകയാണ്. മനസ്സിലായില്ലേ? ബാക്കി ഇത്രയും ശതമാനവും റെക്കോർഡ് ആർക്കാണ്? പുരുഷന്മാരാണ് ജയിച്ചിട്ടുള്ളത്. സ്ത്രീകളെ കാട്ടിയും പുരുഷന്മാരാണ് ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെയാണ്. പക്ഷെ ടെസ്റ്റ് ഹോർമോൺ ആർക്കാണ് കൂടുതൽ? അത് പുരുഷന്മാർക്കാണല്ലോ കൂടുതൽ. അതുകൊണ്ടാണ് ഇത്ര ഇതേപോലെ സംഖ്യകൾ വന്നത്, കൂടിയ സംഖ്യകൾ വന്നത്. ടെസ്റ്റ് ഹോർമോൺ കുറവാർക്കുന്ന സ്ത്രീകൾക്ക്. അതുകൊണ്ടാണ് ശാരീരിക ഭേദം തന്നെയാണ്. അപ്പോൾ കടുവ കൂടുതൽ ജയിക്കാനുള്ള കാരണം കടുവയുടെ ടെസ്റ്റ് ഹോർമോൺ കൂടുതലുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ കാണും, എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ കാണും. പക്ഷേ ഇൻട്രോവേർട്ടായിട്ടുള്ള നിങ്ങൾ ഒരു കാരണം വെച്ചാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഉള്ളിലുള്ള എല്ലാ റിഗ്രറ്റും മാറിക്കിട്ടും. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇൻട്രോവേർട്ടായിട്ടുള്ളവർക്കൊരു ഒരു ചെറിയൊരു പ്രചോദനം കൂടെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ സിംഹത്തെ പറ്റി നമ്മൾ നോക്കാം. സിംഹത്തെ പറ്റി നോക്കുകയാണെങ്കിൽ സിംഹം ജനിച്ചു വരുന്ന ഒരു പ്രായം മുതൽ ഭൂമിയിൽ അമ്മയിൽ നിന്ന്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്ന് സിംഹം ആ ഒരു സമയത്തുണ്ടല്ലോ, ആ സമയം മുതൽ സിംഹം ജീവിക്കുന്നത് എങ്ങനെയാണ്? പൊതുവെ പ്രൈഡായിട്ടാണ്. അവർക്കൊരു ടെറിട്ടറി ഉണ്ടാകും, ഒരു പ്രത്യേക ടെറിട്ടറി, ഒരു ഏരിയ ഉണ്ടാകും. പിന്നെ അവർ ജീവിക്കുന്നത് സംഘത്തോടെയാണ് ജീവിക്കുന്നത്. കാരണം ഈ സിംഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയായിട്ടുള്ള സിംഹം ജനിച്ചു വരുന്ന സമയം മുതൽ എങ്ങനെയാണ് വേട്ടയാടാൻ പഠിക്കുന്നത്? അവരുടെ അമ്മ പഠിപ്പിച്ചു കൊടുക്കും. അതിൽ തന്നെ ആ ഒരു പ്രൈഡിലുള്ള പല സിംഹങ്ങളും പഠിപ്പിച്ചു കൊടുക്കും എങ്ങനെയാണ് വേട്ടയാടാനുള്ളത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഏരിയയെ വേട്ടയാടി കൊല്ലാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അത് മാത്രമല്ല, ഇനി എങ്ങനെ ഭാവിയിൽ അതിജീവിക്കണം, ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു ക്ലൈമറ്റ് കണ്ടീഷനിൽ സർവൈവ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യുദ്ധം ചെയ്യുമ്പോൾ അത് കണ്ടുപോയാൽ പഠിക്കും. മനസ്സിലായില്ലേ? 2 സിംഹവും നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ അത് കണ്ടുപഠിക്കും, ചെറിയ സിംഹങ്ങൾ. അങ്ങനെ അതുമാത്രമല്ല പല കാര്യങ്ങളും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും ആ പ്രൈഡിലുള്ള പല സിംഹങ്ങളും ഉണ്ട്. അത് മനസ്സിലാക്കണം. പിന്നെ ഈ സിംഹത്തെ പറ്റി ഞാൻ വേറൊരു കാര്യം പറയാം.
സിംഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാന ബോധമുള്ളവരാണ്. അഭിമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെറിട്ടറിയിൽ ഒരു സിംഹം കാണും, ആൽഫമായിട്ടുള്ള സിംഹം കാണും. ഈ സിംഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വേറൊരു ടെറിട്ടറി സിംഹത്തിനെ അടിക്കാൻ സമയത്ത് ഭയങ്കര ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേരെ കാണിക്കണം, ഇവൻ വലിയ ഈ സിംഹം വലിയ സംഭവമാണെന്ന് ബാക്കിയുള്ള സിംഹങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പിന്നെ സിംഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക ജീവിയാണല്ലോ. അതുകൊണ്ട് തന്നെ കടുവയെക്കാട്ടിയും കുറച്ചും കൂടെ സ്നേഹം സിംഹത്തിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയറിങ്, അതേപോലെ തന്നെ ആഹാരം കൊടുക്കുമ്പോൾ ഷെയർ ഇട്ട് എല്ലാവരും സിംഹങ്ങളും കഴിക്കുന്ന രീതി, ഇതെല്ലാം സിംഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മനസ്സിലായി? ഇതാണ് സിംഹത്തിൻ്റെ ബേസിക് പ്രത്യേകത. ഓക്കെ. പിന്നെ സിംഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇതൊന്നും വേണ്ട, ഒരു പ്രത്യേക ഒരു ടെറിട്ടറി തന്നെ അത് ജീവിച്ച് വയ്ക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? പ്രത്യേക ടെറിട്ടറി തന്നെ. ഇപ്പോൾ ഒരു രാജാവ് ഒരു രാജ്യത്ത് താമസിക്കുന്ന പോലെ അവരങ്ങനെ താമസിച്ച് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ക്ലൈമാറ്റിക് കണ്ടീഷനുള്ള സമയത്ത് ഞാൻ താമസിച്ച് പോകും. ഇതാണ് സിംഹത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇതാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടോ, ഇനി നമുക്ക് കടുവയിലോട്ട് വരാം. കടുവയിലോട്ട് വരുന്ന കാര്യം എന്തോന്നാണ്, കടുവ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ജനിക്കും. ശരി, കൂടെ പറപ്പുണ്ടെങ്കിൽ പോലും ഒരു പ്രായം കഴിയുമ്പോൾ രണ്ട് രീതിയിലോട്ട് പോകും. അമ്മയാണെങ്കിൽ ഈ 3 പേര് 3 രീതിയിലോട്ട് പോകും. അമ്മ 2 കൂടെ പറപ്പ് വേറെ 2 സൈഡിലോട്ട് പോകും. മനസ്സിലായില്ലേ? അങ്ങനെ ഈ കടുവകളുടെ കാര്യം അങ്ങനെയാണ്, എല്ലാം വിഭജിച്ച് അങ്ങ് പോകും. പ്രസവിച്ച് കഴിഞ്ഞ് ഉടനെ നടക്കാനാവുന്ന പ്രായം മുതൽ തന്നെ കടുവ എങ്ങനെയാണ് അവൻ പഠിക്കുന്ന ജീവിതത്തിലെ പാഠങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കടുവകളെ ഒന്നും അവർ നോക്കാതൊന്നുമില്ല. കടുവെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹജീവികളല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരാണ് കടുവകളെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഇണ ചേരാൻ മാത്രമേ കൂട്ടത്തോടെ ചേരത്തുള്ളൂ. അതിനു മുമ്പ് അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മനസ്സിലായില്ലേ? ഇണ ചേർന്നിട്ട് അങ്ങ് പോവും. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാ ജീവിതത്തിലെ പാഠങ്ങളും പഠിക്കുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ്. ഇവരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേറെ പ്രൈഡിൽ ആരുമില്ല. മനസ്സിലായി? വേറെ ആരുമില്ല പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. അത് മാത്രമല്ല, വേറെ ആരെ പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല, സ്വന്തം കാര്യം ചിന്താവുക, അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വേട്ടയാടി ഇരകളെ പിടിക്കാനും, അത് മാത്രമല്ല ഒറ്റയ്ക്ക് എങ്ങനെ ഭൂമിയിൽ അതിജീവിക്കാം എന്നുള്ള പാഠങ്ങളും, അത് മാത്രമല്ല നീങ്ങുന്നുണ്ട് ഒറ്റയ്ക്ക് വേട്ടയാടാനും, ഇങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി കടുവയ്ക്കുണ്ട്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ജീവികളും ഇനി എത്ര ഒറ്റപ്പെട്ടൊന്നും ആയാലും കടുവയ്ക്ക് റിഗ്രറ്റും ഇല്ല. ഇതാണ് സംഭവം. മനസ്സിലായില്ലേ? ഈ കടുവയ്ക്ക് യുദ്ധത്തിൻ്റെ ടാക്ടിക്സ് ഒന്നും നോക്കി പഠിക്കാൻ വേണ്ടി വേറെ ഒരു കടുവകളും ഇല്ല. അതാണ് സംഭവം. കടുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞ് ഒരു അത്യാവശ്യം പ്രായമായി കഴിഞ്ഞാൽ തന്നെ ഒറ്റയ്ക്ക് പോകും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ടെസ്റ്റിസ് ഹോർമോൺ അവിടെയാണ് ബിൽഡ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ടാണ് കടുവയും സിംഹവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവയ്ക്ക് ടെസ്റ്റിസ് ഹോർമോൺ കൂടാനുള്ള കാരണവും, മനസ്സിലായി, സിംഹത്തെ ടെസ്റ്റിസ് ഹോർമോൺ കുറയാനുള്ള കാരണം, ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സിംഹത്തെ സ്നേഹിക്കുന്ന പലരും പറയും സിംഹത്തെ ടെസ്റ്റിസ് ഹോർമോൺ കുറവാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കും. പക്ഷെ നിങ്ങൾ കാര്യം ആലോചിക്കണം, കടുവയെക്കാട്ടിയും ടെസ്റ്റിസ് ഹോർമോൺ കുറവ് സിംഹത്തിനാണ്. മനസ്സിലായില്ലേ? കടുവയ്ക്കാണ് ടെസ്റ്റിസ് ഹോർമോൺ കൂടുതൽ. അങ്ങനെ ടെസ്റ്റിസ് ഹോർമോൺ കൂടുതൽ ഉണ്ടാവാൻ കാരണം അതുകൊണ്ടാണ് കടുവയ്ക്ക്. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജീവിതത്തിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നോ, ജീവിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, അത് മാത്രമല്ല ജീവിതത്തിൽ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നുണ്ടോ, പിന്നെ ഒറ്റയ്ക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുന്നു, ജീവിതത്തിൽ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ വരുന്നതാണ് കടുവ. കാരണം കടുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യും. സിംഹത്തെ പോലെയൊന്നുമല്ല. മനസ്സിലായില്ലേ? സിംഹത്തെ സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരു ഗ്യാങ് ആയിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാങ് ആയിട്ടാണ് വേട്ടയാടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സിംഹത്തിന് അത്ര പ്രഷറൊന്നുമില്ല. പക്ഷേ ഈ കടുവെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒറ്റയ്ക്ക് തന്നെ വേട്ടയാടണം, ഒറ്റയ്ക്ക് തിന്നണം, ആ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ എഫേർട്ട് ആർക്കാണ്? കടുവയ്ക്കാണ്. അപ്പം സ്വന്തം ശരീരം കടുവയുടെ ശരീരം എന്തോന്നിന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ നോക്കിയ ശാരീരിക ബലത്തിൻ്റെ നോക്കിയാൽ മതി, കൂടുതലും ആർക്കാണ്? കടുവയ്ക്കാണ് കൂടുതൽ. മനസ്സിലായി? ശാരീരിക ബലത്തിൻ്റെ കേസിൽ സിംഹത്തെ കാട്ടിയും, അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും. ഓക്കെ. പിന്നെ പലരും പറയും കറേജിൻ്റെ കാര്യത്തിൽ സിംഹം വലുതാണ്. ഒരിക്കലും കറേജിൻ്റെ കാര്യത്തിൽ സിംഹം വലുതൊന്നുമില്ല. മനസ്സിലായില്ലേ? അതും കടുവ തന്നെയാണ് വലുത്. മനസ്സിലായില്ലേ? അതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ
നിങ്ങൾ പവർഫുള്ളാണെന്ന് അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സമൂഹത്തോടുള്ള റൂൾസിൻ്റെ അടുത്ത് നിങ്ങളൊക്കെ എഗെയിൻസ്റ്റാണ്. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു മൈൻഡും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുക, ആ ഒരു മൈൻഡ് സെറ്റാണ്. പിന്നെ എനിക്കൊരു തന്നെ ദോഷാചം വേണ്ട, അത് നിങ്ങളെ മൈൻഡ് സെറ്റാണ്. ഇനി അഥവാ ഞാൻ ആരെങ്കിലും സോപ്പിട്ട് പോകണമെങ്കിൽ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. ആ ഒരു മൈൻഡ് സെറ്റാണ് ഇൻട്രോവേർട്ട് എന്നുള്ളത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ലോകത്ത് ആരും ഒറ്റപ്പെടുത്തില്ല, സുഖമായിട്ട് ജീവിക്കും. ഇവർ കിടന്ന് കഴിഞ്ഞുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. ഇന്ന അവർ മിണ്ടിയില്ല, ഇന്ന് എൻ്റെ അടുത്ത് ഇവർ മിണ്ടിയില്ല, എന്നെ അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് വിഷമിച്ചൊന്നും ഇരിക്കത്തൊന്നുമില്ല. എന്നെ എൻ്റെ പെണ്ണ് കളഞ്ഞൊന്നും പറഞ്ഞ് വിഷമിച്ചൊന്നും ഇരിക്കത്തൊന്നുമില്ല. ഇൻട്രോവേർട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ജീവിച്ച് പോകും. മനസ്സിലായില്ലേ? ആരെയും മനസ്സിലായില്ലേ? ആരുടെ ഇമോഷനും തലയിൽ വയ്ക്കാതെ സ്വന്തമായിട്ട് ജീവിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ജീവിച്ച് പോകും. മനസ്സിലായില്ലേ? മറിച്ച് എക്സ്ട്രോവേർട്ടിൽ അങ്ങനെയല്ല. അവിടെ ഇന്നൊരു ദിവസം ഒരാളെ മിണ്ടിയില്ലെങ്കിൽ പിന്നെ നാളെ ദിവസം ഇവർ പൈന് കരച്ചിലായിരിക്കും. എൻ്റെ അടുത്ത് ആരും മിണ്ടിയില്ല, അങ്ങനെയാണ്. പിന്നെ സമൂഹത്തിന് മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി പല കോർപ്പറേറ്റ് യുവന്മാർ കാണിക്കും. വലിയ വലിയ വണ്ടെടുക്കും, വലിയ വലിയ കാറുകളെടുക്കും, എല്ലാം ചെയ്യുവന്മാർ സമൂഹത്തിന് മുമ്പിൽ വലിയ മറ്റവന്മാരാവാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, ഇങ്ങനെയാണ് എക്സ്ട്രോവേർട്ടുള്ള കാര്യം. മനസ്സിലായില്ലേ? സമൂഹത്തിന് ചേർന്ന് ജീവിച്ച് പോകുക. എന്നുവെച്ചാൽ സമൂഹത്തിൽ ഇപ്പോൾ എന്ത് റൂളുണ്ടെങ്കിൽ അതെല്ലാം ഇവന്മാർ ഫോളോ ചെയ്ത് പോകും. ഇവർക്ക് സ്വന്തമായിട്ട് ഇതില്ലെന്നേ, അതാണ് നിങ്ങൾ ആലോചിക്കണം. സ്വന്തമായിട്ട് റെസ്പെക്റ്റ് ഇല്ല, സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്, അവരുടെ ബലഹീനത കൊണ്ട്, അതുകൊണ്ടാണ് അവർ ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത്. പക്ഷെ കടുവ അങ്ങനെയല്ല. കടുവയ്ക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുത്തനും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് വയ്ക്കുള്ളൂ, ആ മൈൻഡ് സെറ്റാണ്. മനസ്സിലായില്ലേ? ഇൻട്രോവേർട്ടുള്ള പോലെ തന്നെയാണ് കടുവകൾ. അപ്പോൾ എന്താണെന്നാലും എക്സ്ട്രോവേർട്ടിനെക്കാട്ടിയും കുറച്ച് പാട് ഇൻട്രോവേർട്ടിനാണ് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ. കാരണം ഈ സൊസൈറ്റി അവരെ മാക്സിമം എന്തോന്നിയും ഒറ്റപ്പെടുത്തുക എന്നാ ചെയ്യും. ഈ സിംഹത്തിൻ്റെ കേസെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രൈഡിൽ നിന്ന് അടിയുണ്ടാക്കി പിരിഞ്ഞൊരു സിംഹം പിന്നെ ജീവിക്കുന്നത് ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്ക് ജീവിച്ച് കഴിഞ്ഞാൽ ഈ സിംഹത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു പ്രൈഡിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിംഹത്തിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒന്നീ ഈ സിംഹം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് ആഹാരം കിട്ടാതെ, ഇല്ലെങ്കിൽ തന്നെ ആഹാരം കിട്ടാതെ ഡിപ്രഷൻ അടിച്ച് സ്വന്തമായിട്ട് തന്നെ ചാവും. ഇതാണ് സിംഹത്തിൻ്റെ ഒരു പ്രത്യേകത. കടുവ അങ്ങനെയല്ല. കടുവ ജനിച്ചത് ഒറ്റയ്ക്കാണ്, ഇത് ഒറ്റയ്ക്ക് ഞങ്ങൾ മരിക്കുകയും ചെയ്യും. അതാണ് കടുവ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഇൻട്രോവേർട്ടായി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സമൂഹവും നിങ്ങൾ ഒറ്റപ്പെടുത്താൻ നോക്കും. അതാണ് നിങ്ങൾ കാര്യമാക്കേണ്ടത്. നിങ്ങൾക്കൊരു ഇതുണ്ട്, വിഷനുണ്ട്, അതനുസരിച്ച് നിങ്ങൾ പോവുക. നിങ്ങളാണ് പവർഫുൾ, നിങ്ങളാണ് സ്ട്രോങ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതേപോലെ നിങ്ങൾ സമൂഹത്തിന് അംഗീകാരം വേണം, സമൂഹത്തിനെ ഇത് റെസ്പെക്റ്റ് ചെയ്യണം, അങ്ങനെ വിചാരിക്കുകയൊന്നുമില്ല. സ്വന്തം അതിജീവനം മാത്രമേ നോക്കുള്ളൂ, സ്വന്തം അതിജീവനം. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഇതാണ് സിംഹവും കടുവയും ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സ്വന്തമായി ആരും ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാം കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. ഇതാണ് സിംഹവും കടുവയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് സിംഹത്തിന് ടെസ്റ്റ് ഹോർമോൺ കൊടുക്കുകയാണ്. അതിജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് കടുവയാണ്, അതുകൊണ്ട് ടെസ്റ്റ് ഹോർമോൺ കൂടുന്നുണ്ട്. അതിജീവിക്കാൻ കുറച്ചും കൂടെ എളുപ്പത്തിൽ അതിജീവിക്കാൻ പറ്റുന്നത് ഇതേപോലെ സിംഹത്തിനാണ്. അതുകൊണ്ട് ചെയ്യുന്നുണ്ട്, സിംഹ ടെസ്റ്റ് ഹോർമോൺ കുറച്ച് കുറവാണ്. അതാണ് സംഭവം. അതേസമയം ഒരു കൂട്ടം സിംഹത്തിൻ്റെ ഇടയിൽ, ഒരു സിംഹത്തിൻ്റെ ടെറിട്ടറിയിലോട്ട് ഒരു കൂട്ടം സിംഹങ്ങൾ ഒരു ടെറിട്ടറിയിൽ കടുവ അറിയാതൊന്ന് കാല് വെച്ചെന്ന് വിചാരിക്കുക. അവരുടെ ടെറിട്ടറിയിൽ അങ്ങനെ കാല് വെച്ചാൽ പോലും സിംഹം എന്തെന്നറിയാമോ? സിംഹം ഇത്രയും ക്രൗഡേജുള്ള സിംഹത്തിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുമ്പോൾ പോലും സിംഹത്തിൻ്റെ അവസാന ശ്വാസം വരെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഹത്തിൻ്റെ ആത്മാഭിമാനം പണയം വയ്ക്കത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ജനിച്ചു വന്നതെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ മരിക്കും. ആ സിസ്റ്റമാണ്. മരിച്ചാലും താഴ്ന്നു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് അവസാനം വരെ ഫൈറ്റ് ചെയ്യും. കടുവ ഫൈറ്റ് ചെയ്യും. വിജയം സിംഹത്തിനായിരിക്കാം, കാരണം അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഉണ്ടല്ലോ. പക്ഷേ ആരാണ് ഹീറോ? ഒറ്റയ്ക്ക് പോയി ഇന്ന് ഫൈറ്റ് ചെയ്യുന്നവനാണോ, അതോ ഈ കൂട്ടത്തോടെ വന്ന് അടിക്കുന്നവനാണോ? നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. മനസ്സിലായി? ഗ്യാങ്ങായി വരുന്നവൻ ഗ്യാങ്സ്റ്റർ, ഒറ്റയ്ക്ക് വരുന്നവൻ മോൺസ്റ്റർ. അതാണ് സംഭവം. ഒരു 13 സിംഹം ഉണ്ടെങ്കിൽ ഈ 13 സിംഹത്തെക്കാട്ടിയും പവർഫുള്ളാണ് ഈ ഒറ്റയ്ക്ക് വന്ന് ആ ടെറിട്ടറീസ് എന്ന് ഫൈറ്റ് ചെയ്ത കടുവയെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് അന്തസ്സ്. പക്ഷേ വിജയമാർഗ്ഗമാണ് കടുവയ്ക്ക് തന്നെയാണ്. ആ കടുവ കാണിച്ചൊരു കറേജ്, അത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ഇൻട്രോവേർട്ടായ നിങ്ങൾ ചെയ്യുക,
ഈ സമൂഹം നിങ്ങളെ മാക്സിമം ഒറ്റപ്പെടുത്താൻ നോക്കും, അവഗണിക്കാൻ നോക്കും, റെസ്പെക്റ്റ് ചെയ്യാതെയൊക്കെ നീക്കും. പക്ഷേ നിങ്ങൾ എന്തോ നീക്കുക, ഈ കടുവയെ പോലെ നിങ്ങൾ എന്തോ നീക്കുക, മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ളയാവാനും അത് നിൽക്കുക. നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അത് നിങ്ങൾ കാണിക്കുക. കാണിച്ച് നിങ്ങൾ ആദ്യം സോപ്പിടാതെ സ്വന്തമായിട്ട് എന്തോ നീക്കുക, ഇങ്ങനെ മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുക. ഒരു കടുവയെ പോലെ നിങ്ങൾ ഇൻട്രോവേർട്ടിൽ എന്തോ നീക്കുക, ജീവിച്ച് വയ്ക്കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തോന്ന് ടച്ച് ഹോർമോൺ കൂടും. ഞാനൊരു കാര്യം പറയട്ടോ, ഇപ്പോൾ നിങ്ങളെ ഒരു വണ്ടി ഇടിക്കാൻ വരികയാണ്, ഒരു ലോറി അല്ലെങ്കിൽ ബസ് ഒന്ന് ഇടിക്കാൻ വരികയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ വളരെ സ്പീഡിൽ ഓടും, മനസ്സിലായില്ലേ? നമുക്ക് നല്ല സ്പീഡ് കിട്ടും. അതേസമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഒരു ഓട്ട മത്സരത്തിൽ ഓടുകയാണെങ്കിൽ നമുക്ക് അത്രയും സ്പീഡ് കിട്ടത്തില്ല. ലോറി ഇടിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര സ്പീഡിൽ ഓടാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് അതാണ് ലോറി ഇടിക്കാൻ പറ്റുമ്പോൾ നമ്മൾ സ്പീഡിൽ ഓടാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ടെസ്റ്റ് ഹോർമോൺ ബൂസ്റ്റ് ആവും, മനസ്സിലായില്ലേ? ആ സമയത്ത് ടെസ്റ്റ് ഹോർമോൺ ഉയരുക തന്നെ ചെയ്യും. കടുവയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായാലും തണുപ്പായാലും മഴയായാലും എവിടെ പോയാലും അതിജീവിക്കും. ഏത് ക്ലൈമറ്റിൽ കൊണ്ടിട്ടാലും ഒരുവിധം പിടിച്ച് നിൽക്കും. അതാണ് ഈ കടുവയുടെ പ്രത്യേകത. സിംഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടുടഞ്ഞ് ചത്തു. കാരണം ഇട്ടവിടത്തുള്ള കളിയല്ലേ ഉള്ളൂ. ഒരുപാട് പേരെ സ്വാധീനിച്ചുള്ള കളി മാത്രം ഈ സിംഹത്തിനുള്ളൂ. അതാണ് സംഭവം, മനസ്സിലായില്ലേ? അതാണ് ഏത് സാഹചര്യം വന്നാലും പൊരുതാനുള്ള അതാണ് നിങ്ങളുടെ ഒരു കഴിവെന്ന് പറയുന്നത്. ഈ കഴിവിനെ ഈ ഗ്രൂപ്പായിട്ടുള്ള സിംഹക്കൂട്ടങ്ങൾ പോലത്തെ കൂട്ടങ്ങൾ വന്ന് നിങ്ങളെ പലതും തകർക്കാനൊക്കെ നോക്കും. പക്ഷേ നിങ്ങളൊരു കടുവയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയില്ല. ബൈ ബൈ.